ഭർത്താക്കന്മാര് തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങള്, കേസ്, കോടതി, വഴക്കുകള് ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയ എന്ന്. ഹലോ മല്ലു ഫാമിലി, സുജിൻ ആൻഡ് പൊന്നൂസ് ഇവർ ഡിവോഴ്സായി. ഈ യൂട്യൂബേഴ്സിൻ്റെ ഡിവോഴ്സ് എന്ന മാറ്റർ വരുമ്പോൾ എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പറയുന്നതാണ്, ഞാനും പറയുന്നതാണ്, ഫാമിലി ഇഷ്യൂസ്. അതായത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് പിരിഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു കോണ്ടൻ്റ് ആക്കി കൊടുക്കരുത്. എന്തുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു, എന്തായിരുന്നു ഞങ്ങൾക്കിടയിലെ പ്രശ്നം, എന്താണ് ഇവിടം വരെ എത്താനുള്ള സിറ്റുവേഷൻസ് എന്ന് തുടങ്ങിയിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ഇടരുത്. ഇതിനെപ്പറ്റി നിങ്ങൾ മ്യൂച്വലായിട്ട് എടുത്ത ഒരു തീരുമാനം അത് നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്തിനാ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് ബാക്കിയുള്ള ആൾക്കാർക്ക് കോണ്ടൻ്റ് ആക്കി കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാ ഡിവോഴ്സ് കേസ് വരുമ്പോഴും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ യൂട്യൂബിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതവിടെ നിർത്തിയത് കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും വിവാദം ഉണ്ടാക്കിയിട്ടും മുന്നിക്ക് പോകാൻ താല്പര്യമില്ല. സ്വാഭാവികം, എല്ലാ ആൾക്കാരും ചെയ്യുന്ന സെയിം പരിപാടി. ആദ്യം ഒരു പോസ്റ്റ് ഇടും, അതിൻ്റെ പുറകെ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ സിറ്റുവേഷൻസ് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നത് എന്നുള്ള ഡയലോഗിൽ തുടങ്ങുന്ന സെയിം ക്ലീഷേ പരിപാടി, എല്ലാവരും ചെയ്യുന്ന സെയിം പരിപാടി. നിങ്ങൾ ലാസ്റ്റായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവയ്ക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളും അഭിപ്രായവും നിങ്ങളും പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി. നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റോ ഇടത്തില്ല, പിന്നെ എന്തിനായിരുന്നു ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്? അതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയ എന്ന്. അപ്പം പിന്നെ നിങ്ങളിവിടെ എന്തുവാ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഇനിയും മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാണോ? പരസ്പരം തല്ലുക, കൊല്ലുക, ഇവിടേക്കൊക്കെ എത്തും എന്നാണോ? നിങ്ങൾ ആ പറഞ്ഞു വരുന്നതിലൂടെ എനിക്ക് അതാണ് കൺവേ ആയത്. ഇനിയും ഞങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ നടന്നേനെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ആയിരുന്നോ? പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇനി ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുമ്പം ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവോഴ്സ് തന്നെയാണ്. അതിപ്പം ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും നമുക്കിനി ഈ ലൈഫിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് സെറ്റ് ആവത്തില്ല,
എന്ന് തോന്നുന്ന നിമിഷം മ്യൂച്വലായിട്ട് രണ്ടുപേരും പിരിയുന്നത് തന്നെയാണ് ബെറ്റർ. കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചേട്ടൻ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് ആ രീതിയിലാണ് കൺവേ ആവുന്നത്. ഇത് എനിക്ക് കൺവേ ആയതിൻ്റെ പ്രശ്നമാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ രീതിയിലാണ് കൺവേ ആയത്. പറയാം. അപ്പം അതിൽ അവളെ തന്നെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളിലെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വേറെ ആരും ഈ ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയാണ്, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. അപ്പം ഞാൻ പറയുകയാണ്, ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകളാക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിലേക്ക് പോവാൻ ഒരു താല്പര്യമില്ല. അപ്പം ഇനി ആരൊക്കെ എന്തൊക്കെ റിയാക്ഷൻ ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞെന്ന് കരുതിയാലും ഒരു വീഡിയോ ആയിട്ട് വരരുത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാർക്ക് വെറും ഒരു കോണ്ടന്റ് ആണ്. ജീവിതം നിങ്ങളുടെയാണ്. അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ഓരോ വീഡിയോ ഇട്ട് ചെറിയ ചെറിയ ഹിൻഡ് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ റിയാക്ഷൻ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അത്രേ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ. കാരണം അവർക്കതൊരു അരിക്കണ്ടൻ്റാണ്. അവരത് ചെയ്യും. മ്യൂച്വലായിട്ട് നിങ്ങൾ പരസ്പരം ഡിവോഴ്സായി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളിൽ മാത്രം ഇരിക്കുക. അത് നാട്ടുകാരിലോട്ട് കൊടുത്തിട്ട് എന്തായിരുന്നു ഞങ്ങൾ പിരിയാനുള്ള കാരണം എന്നുള്ളത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ സ്വകാര്യത, നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളിൽ വെച്ചാൽ മതി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ശരി എന്നാൽ.